ജീവിതം പൊരുതാനുള്ളതാണ് മക്കളെ. അയ്യോ ആ കൊല്ലല്ലേ. എയർബോൺ ഏറ്റവും വലിയ ഏവിയേഷൻ കോളേജാണ്. 5 മക്കളെ ഒരു പ്രസവത്തില്. ഞാനിപ്പം കണ്ണൂർ എയർപോർട്ടില് റാംബസ് ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ലക്ഷദ്വീപിൽ നിന്നൊരു കുട്ടി ഈ പറക്കുക, ഉയരത്തിൽ നിൽക്കുക എന്നുള്ളത് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നു, അടുത്ത ഫ്ലൈറ്റ് പൊന്താൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. എയർപോർട്ടിലെ 2 തരം ആളുകളുണ്ടാവും. ഒന്ന് ഇറങ്ങുന്നവരെ കാത്തിരിക്കുന്നവരും, ഒന്ന് കുറേ പേരെ പറഞ്ഞേക്കാനും. ഇറങ്ങുമ്പോൾ ഇവിടെ സന്തോഷമാണ് അല്ലേ, ആരോ ഉറ്റവർ വരുന്നുണ്ട്. പൊന്തി പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരോ പോവുകയാണെന്നുള്ള സങ്കടവും പിന്നെ എന്തെങ്കിലും ജോലിക്കാണെന്നുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാവും. ഏവിയേഷൻ മാനേജ്മെന്റ് പഠിക്കുന്ന എയർബോൺ ഏവിയേഷൻ അക്കാഡമി പയ്യന്നൂർ, അവിടുത്തെ കുട്ടികൾക്കും പേരൻസിനും ടീച്ചേഴ്സിനൊക്കെ കൂടി ക്ലാസ് എടുക്കാൻ വേണ്ടിയുള്ള പോക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ കോളേജാണ് എയർബോൺ. ഏറ്റവും കൂടുതൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ജോലി കൊടുക്കുന്നതും അവരാണെന്നാണ് നമ്മുടെ ഷിജു മോഹൻ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അവർക്ക് BBA വിത്ത് ഏവിയേഷൻ, BCA വിത്ത് ലോജിസ്റ്റിക്സ്, അങ്ങനെ പലവിധ കോഴ്സുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ലാസ് എടുത്തു, അടിപൊളി പിള്ളേരായിരുന്നു. ജോലി നേടി വീട്ടുകാരെ സഹായിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, കരിയർ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരോട് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. വാശിയോടുകൂടി ജീവിതം വിജയിച്ച കുറെ മനുഷ്യന്മാരുണ്ട് അല്ലേ. 5 മക്കളെ ഒരു പ്രസവത്തില്. ഓർമ്മയുണ്ടോ? 10, 15, 20 വർഷം മുമ്പ് 5 മക്കളെ പ്രസവിച്ചത്. 5 പേരെ, 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയെയും ഒരമ്മ പ്രസവിച്ചില്ലേ. ആ അച്ഛൻ ഇവരെ എങ്ങനെ വളർത്തി വലുതാക്കുമെന്ന് ആലോചിച്ചിട്ട് അച്ഛൻ ജീവിതം വിട്ടേച്ചു പോയി. അദ്ദേഹം മരിച്ചു. ആ ഷോക്കിലായിരിക്കും അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആ പത്നിയുടെ, ആ ഭാര്യയുടെ, അവരുടെ വില്ലിങ്നെസ്, പവർ, അവരുടെ ശക്തി, സ്ത്രീ ശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്ത്രീയുടെ ശക്തി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം. ആ കുട്ടികളെ കല്യാണം കഴിഞ്ഞു, ഡോക്ടറായി, വിജയിച്ച് കാണിച്ചു തന്നു. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അമ്മ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജീവിതം പൊരുതാനുള്ളതാണ് മക്കളെ. പൊരുതാനുള്ളത് പൊരുതി കയറണം. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം. ഞാൻ അവരായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എയർപോർട്ടിലൊക്കെ രസമല്ലേ, എയർപോർട്ടിൽ ജോലി എടുക്കുക, ഇവിടെ പഠിച്ചിട്ട് വർക്ക് ചെയ്ത്. അത് പിടിച്ചു. ദാ നിങ്ങളുടെ മുമ്പിൽ തന്നെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ പഠിച്ച ആളാണോ? വെരി ഗുഡ്. ഞാനിപ്പം കണ്ണൂർ എയർപോർട്ടില് റാംബസ് ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എയർപോർട്ടിൽ. പേരന്റ് എക്സ്പ്രസിലാണ് വർക്ക് ചെയ്യുന്നത്. എയർലൈൻ സ്റ്റാഫാണ്. എയർബോണിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സ്വഭാവം അതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 3 വർഷം എൻ്റയർലി ഡിഫറെന്റ്. കാരണം ഇവിടുന്നുള്ള ഒരു ക്വാളിറ്റിയും ഫസ്റ്റ് അവിടുന്ന് വരുന്നുള്ള ക്വാളിറ്റിയും ഡിഫറെന്റ് ആണ്. കാരണം ഇവിടുന്ന് തരുന്ന ഗ്രൂമിംഗ് ആയാലും, കാരണം ഗ്രൂമിംഗ് എന്ന് പറയുന്നത് മസ്റ്റ്, എയർപോർട്ട് മസ്റ്റ് ആണ്. ലക്ഷദ്വീപിൽ നിന്നൊരു കുട്ടി ഇവിടെ വന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ അഭിമാനമുള്ള കാര്യമല്ലേ. സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞ് വന്ന് പഠിക്കുന്ന കുട്ടിയാണ്. മോളുടെ പേരെന്താ? സുനൈന. അവള് വന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. ഇത് ഏത് ഇയറാണ് ഇപ്പൊ പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ. അപ്പൊ തിരിച്ച് ലക്ഷദ്വീപിലേക്ക് ഒരു കിടിലൻ ജോലിയുമായിട്ട് തന്നെ പോകാൻ പറ്റട്ടെ. ഗുഡ്. ഇവര് മാത്രമല്ല, ഇവിടെ പഠിച്ച് ജോലി കിട്ടിയ കുട്ടികൾ അവരുടെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തേ. ഒരാളെ സ്റ്റൂളിൽ ഇരുത്തിയിട്ട് അയാളെ ഒരു വിരലുകൊണ്ട് പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു വിരലുകൊണ്ട് പൊക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഒത്തൊരുമയുടെ ഉദാഹരണം കാണിക്കാൻ വേണ്ടി ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. ഒരു വിരലുകൊണ്ട് ആളെ പൊക്കണം. ആളെ തന്നെ 2 പേരും ചേർന്ന് പൊക്കിക്കും. ഇല്ല, ഒരാൾ കൂടി വന്നേ. മോൻ വാ, മുടിയാൻ പൊക്കിക്കോ. 2 കൈ 2 വിരൽ ഉപയോഗിക്കാം, പറ്റൂല. ഓൾ റൈറ്റ്. മോള് വാ. എന്തുപയോഗിക്കാം? അയ്യോ ആ കൊല്ലല്ലേ. ഓക്കെ, ഞാൻ പറയാം. ഇങ്ങനെ പിടിച്ചേ. ഇങ്ങോട്ടോ പോയി. ഇങ്ങനെ പിടിക്കും. നീ അവിടെ ഉറച്ചിരുന്നു കേട്ടോ, പൊന്തൂല്ലാന്ന് ഉറച്ചിരിക്കണം. ഇയാള് ഫ്രണ്ടില് കാലിന്റെ മുട്ടിന്റെ ഡീൽ ഇതിങ്ങനെ വെക്കാം. 1, 2, 3 സ്റ്റാർ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കി പൊക്കിക്കും. ബാക്കിലേക്ക് ഇരുന്നോ. ആയിരുന്നോ? ഓക്കെ, വെക്കി. നീ അവിടെ ഉറച്ചിരുന്നു. ഓക്കെ, മുകളിലേക്ക് മാത്രം നോക്ക്, താഴേക്ക് നോക്കരുത്. ഇത് കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും ഞാൻ ഏറ്റു. ഇവിടെ അടുത്ത ആശുപത്രി ഏതാ? ഹോസ്പിറ്റൽ. അവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കും. കാല് നേരെ വെച്ചോ. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. അല്ല,
ഒന്നുകൂടി നോക്കിയേ, പൊക്കി നോക്കിയേ, പൊങ്ങോ നോക്കാലോ. സ്ട്രോങ് ആയിട്ട് പിടിച്ചു. ഓക്കെ, സ്ത്രീകളുടെ ശക്തി ഇത് അപ്പുറത്തുനിന്ന് കാണാം. ഓക്കെ, പൊക്കിക്കോ. 1 2 3. ഓക്കെ, അയാളെ മാറ്റിയിട്ട് വേറെ ആളൊന്ന്, ഒരു ബോയ് ഒന്ന്, അവൾക്ക് കിളി ആയിക്കൊണ്ടിരിക്കുക. അയാളൊന്ന് 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു. ഇതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന മെസ്സേജ് എന്താ? ഒരു വിരലുകൊണ്ട് അസാധ്യമാണ്, 2 വിരലുകൊണ്ട് അസാധ്യമായിട്ട് തന്നെ തോന്നിയത്. 2 പേരെ 2 വിരലുണ്ടായിട്ട് നമുക്ക് പറ്റൂല എന്ന് തോന്നി. 3 വിരലുണ്ടായിരുന്നു, 3 പേരും 6 വിരലും ചെയ്യാൻ നോക്കിയില്ല. 4 പേരായപ്പോൾ പറ്റുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുമിച്ച് ചെയ്തപ്പോൾ ഇതങ്ങോട്ട് പൊങ്ങിയപ്പോൾ നമ്മളാകെ ഇയാളുടെ മൊത്തം ഭാരത്തിൻ്റെ ഒരു 5% ഒരാൾക്ക് ഉണ്ടാവുള്ളൂ, അയാൾക്ക് ഉണ്ടാവുള്ളൂ, ഇയാൾക്കും ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരുമിച്ച് നിന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാം. കുടുംബത്തിൽ ചിലർ വീട്ടിലേക്ക് കൊടുക്കുന്നവൻ കൊടുത്തോണ്ടിരിക്കും. പക്ഷേ ഒരാളിങ്ങനെ മൂത്ത ആളായിരിക്കും, ചിലപ്പോൾ താഴെയുള്ള ആളായിരിക്കും, അയാളായിരിക്കും വീടിനെ നോക്കുന്നുണ്ടാവും. കുടുംബത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. കൊടുക്കുന്നവൻ കൊടുത്തോണ്ടിരിക്കും, വാങ്ങിക്കുന്നവൻ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഒരു കുടുംബത്തിൽ 4 5 പേരുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ആ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളുടെ ഭാരം ഒന്ന് കുറയും. 4 പേരും ചേർന്നപ്പോൾ ഏതാണ്ട് 60-70 കിലോ ഉള്ള ആ പയ്യൻ്റെ ഭാരം ഓരോരുത്തർക്കും വളരെ കുറഞ്ഞിട്ടാണ് വീതിച്ച് കിട്ടിയത്. ഇതാണ് ഒത്തൊരുമയുടെ ഗുണം. ഒരു ജോലിയിൽ, ഒരു ടീമിൽ, ഒരു ഫുട്ബോൾ കളിയിൽ ഒക്കെ ഒരു ടീം ബിൽഡിങ്ങിൻ്റെ ഒരു ബേസാണിത്. എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായി, അവരവരുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്താൽ ടോട്ടൽ അതിൻ്റെ ഔട്ട്പുട്ടും ഗംഭീരമായിരിക്കും, ഓരോരുത്തരുടെ എഫേർട്ടും കുറഞ്ഞിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ അന്വേഷണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കണം. നമുക്ക് പറ്റുന്ന കോഴ്സാണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടിക്ക് പറ്റുന്ന കോഴ്സാണോ ഇത് എന്നൊക്കെ വിശദമായിട്ട് അന്വേഷിക്കണം. എന്ത് രസമല്ലേ, എത്ര പ്രതീക്ഷകളുടെ ഭാരം കൊണ്ടുമാണ് അവർ പൊന്തിപ്പോകുന്നത്. ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്തൊരു ടെൻഷൻ ഉണ്ടെന്ന് അറിയാം. അവരെ കംഫർട്ടബിളാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയിൽപ്പെട്ടതുമാണ് കേട്ടോ ഈ ഏവിയേഷൻ എന്ന് പറയുന്ന ജോലി. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുകളിലൂടെ പറക്കുക. അപ്പോൾ ഈ അടി നമുക്ക് ടാറ്റ തരുന്നത് പോലെ തോന്നും എന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു വീഡിയോയിൽ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. ഈ പറക്കുക, ഉയരത്തിൽ നിൽക്കുക എന്നുള്ളത് ഒരു അച്ചീവ്മെൻറ്റും കൂടിയാണ്.